ഷാലോം ടെലിവിഷൻ്റെ മാന്യ പ്രേക്ഷകരെ, നിങ്ങളെ ഓരോരുത്തരെയും ഈ ഡെയിലി മിററിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാൻ എനിക്കേറെ സന്തോഷമുണ്ട്. നിങ്ങളുമായിട്ട് വളരെ കാലമായി ഞാൻ പങ്കുവയ്ക്കുന്ന വചനഭാഗങ്ങൾ മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ അത് നമ്മുടെ ആധുനിക ലോകത്തിലെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് എപ്പോഴും ചെയ്യുന്നത്. ഇന്നും നമ്മൾ അതുതന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ എത്ര വായിച്ചാലും, എത്ര കേട്ടാലും, എത്ര പരിചിന്തിച്ചാലും ധ്യാനിച്ചാലും തീരാത്തത്ര അർത്ഥ വൈവിധ്യങ്ങളുള്ള വിശാലമായ ഒരു ലോകമാണ് വിശുദ്ധ വചനങ്ങളുടേത്. എല്ലാ കാലത്തിലുമുള്ളവരോട് അതിന് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. ഇന്ന് നമ്മളെടുക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നിന്നാണ് 16 മുതലുള്ള വാക്യങ്ങൾ. അതിൽ നമ്മൾ വായിക്കുന്നത് ധനികനായ ഒരു വ്യക്തി. ആ വ്യക്തി പല സുവിശേഷങ്ങളിലും പലതരത്തിലാണ് അറിയപ്പെടുന്നത്. ഒരു സുവിശേഷത്തിൽ യുവാവെന്നാണ്, വേറൊരു സുവിശേഷത്തിൽ ഭരണാധികാരി എന്നാണ്. അങ്ങനെ പല കാര്യങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ ഒരു വ്യക്തി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്തിന്? നല്ലവൻ ഒരുവൻ മാത്രം. ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. അവൻ ചോദിച്ചു, ഏതെല്ലാം? യേശു പ്രതിവദിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ യുവാവ് ചോദിച്ചു, ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്. ഇനിയും എന്താണ് എനിക്കൊരു കുറവ്? യേശു പറഞ്ഞു, നീ പൂർണ്ണനാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. പിന്നീട് കർത്താവ് തുടർന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. യേശു തിരിഞ്ഞ് ശിഷ്യന്മാരോട് പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. നമ്മൾ ചിന്തിച്ച് നോക്കുക, ഈ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഈ വ്യക്തി, ഇയാൾ വന്നിട്ട് എന്താ ചോദിക്കുന്നത്? അയാൾ ചോദിക്കുകയാണ്, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അപ്പോൾ ഇയാളുടെ മനസ്സിലുള്ളത് എന്താ? ഞാൻ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ദൈവം സംപ്രീതനാകും. അത് നന്മയാണെന്നുള്ള ചിന്തയിൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ കാണുമ്പോൾ, അങ്ങനെ വരുമ്പോൾ എനിക്ക് നിത്യജീവനിലേക്ക് പ്രവേശനം കിട്ടും, സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടും. ഈശോ പറയുന്നത് എന്താണ്? നീ പ്രമാണങ്ങൾ അനുസരിച്ചാൽ മതി. അപ്പോൾ അവൻ ചോദിക്കുക, ഏതെല്ലാം പ്രമാണങ്ങൾ? ഇവിടെ ഈശോ നമ്മുടെ ഈ 10 കൽപ്പനകളുടെ 2ാം ഭാഗമാണ് പറയുന്നത്. അത് ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയാൽ അറിയാം. ദൈവമായ എന്നെ ആരാധിക്കുക, അതൊന്നും അല്ല പറയുന്നത്. നേരെ മറിച്ച് നീയും നിൻ്റെ സഹോദരനും തമ്മിലുള്ള ബന്ധം അത് ശരിപ്പെടട്ടെ എന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നീ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, നീ കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഇതെല്ലാം മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്ന കാര്യങ്ങളാണ്.
ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഇവനിത് ചെയ്യുക എന്നതിലുപരിയായിട്ട് അവനായിത്തീരുകയാണ്. അവനൊരു മനോഭാവം സ്വീകരിക്കുകയാണ്, അടിസ്ഥാനപരമായ ഒരു മനോഭാവം. കർത്താവ് ആവശ്യപ്പെടുന്നതാണ്, നീ കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത് കൊണ്ട് നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാമെന്ന് കരുതേണ്ട കാര്യമില്ല. അവിടെ പ്രവേശിക്കണമെങ്കിൽ നീ ചില കാര്യങ്ങളൊക്കെ ആയിത്തീരണം. ആയിത്തീരേണ്ട കാര്യങ്ങൾ എവിടെയാണ് ആയിത്തീരേണ്ടത്? നിൻ്റെ മനോഭാവത്തിലാണ്, നിൻ്റെ ചിന്താരീതികളിലാണ്, നിൻ്റെ പ്രതികരണ ശൈലികളിലാണ്, നിൻ്റെ സംസാര ശൈലികളിലാണ്. അല്ലാതെ കുറേ കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ പറ്റിയാലും ഇവിടെ മാറ്റം വരുന്നില്ലെങ്കിൽ നിനക്ക് നിത്യജീവനിലേക്ക് പ്രവേശനമില്ല. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ നിത്യജീവൻ, സ്വർഗരാജ്യം, പരലോകം ഇങ്ങനെയെല്ലാം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു ചിന്തയുണ്ട്. അതിപ്പോൾ പ്രത്യേകിച്ചും സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് ചില ആശയക്കുഴപ്പങ്ങളുണ്ടാകുന്നത്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ മീറ്റിങ്ങുകൾക്ക്, പ്രത്യേകിച്ച് ഈ കുട്ടികളും യുവാക്കളുമായിട്ടൊക്കെ ഉള്ള മീറ്റിങ്ങുകൾ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നൊരു കാര്യമാണ്, ഈ സ്വർഗവും നരകവും എന്ന് പറഞ്ഞാൽ എന്താ? അത് ഒരു സ്ഥലമാണോ, അവസ്ഥയാണോ, എന്താ അത്? അതിനെങ്ങനെയാണ് നമുക്ക് വിശദീകരിക്കാൻ കഴിയുക? നിത്യജീവൻ എന്ന് പറയുന്നതിന് എങ്ങനെ വിശദീകരിക്കാൻ കഴിയുക? നിത്യജീവനും സ്വർഗരാജ്യവും എല്ലാം ഒന്ന് തന്നെയാണ്. നിത്യജീവൻ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരിക നിത്യമായിട്ടിങ്ങനെ നീളുന്നൊരു ജീവൻ അല്ലേ? പക്ഷേ നമുക്കതിൻ്റെ ഈ ഒറിജിനൽ ഗ്രീക്ക് ഭാഷ വായിച്ചാലേ തിരികെയുള്ളൂ. അവിടെ പറയുന്ന ആ വാക്ക് അത് നിത്യജീവൻ, നീളമുള്ള ജീവൻ എന്നുള്ള അർത്ഥത്തിലല്ല. അതിലുപരിയായിട്ട് അത് ദൈവത്തിൻ്റെ ജീവനാണ്. ദൈവം എങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെ ജീവിക്കുന്നതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയാൽ നമ്മൾ അങ്ങനെ അതിനെ പറയേണ്ടത്, ദൈവം ജീവിക്കുന്നത് പോലെ ജീവിക്കുന്ന അവസ്ഥയാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അത് ഈ ലോകത്തിലും പരലോകത്തിലും. ഈ ലോകത്തിൽ നമുക്ക് ദൈവം ജീവിക്കുന്നവർ ജീവിക്കാമല്ലോ. കർത്താവ് തന്നെ നമുക്ക് കാണിച്ചു തന്നത്. കർത്താവ് ജീവിച്ച് കാണിച്ചൊരു ശൈലിയുണ്ട്. ആ ശൈലിയാണ് യഥാർത്ഥത്തിൽ നിത്യജീവനുള്ള മാർഗം. കേവലം കുറേ കാര്യങ്ങൾ ചെയ്യുക മാത്രമല്ല, കർത്താവ് കാണിച്ചു തന്നൊരു ശൈലിയുണ്ട്. ആ ശൈലി, അപ്പോൾ അതാണ് ഈ ദൈവത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത്. കർത്താവ് പറയും, എന്നെ കാണുന്നവരൊക്കെ പിതാവിനെയാണ് കാണുന്നത്. അതായത് ദൈവം എന്തായിരിക്കുന്നുവോ അതാണ് കർത്താവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ ശൈലി അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളതാണ് നിത്യജീവൻ. അപ്പോൾ നമുക്ക് എന്താ ഈ വാസ്തവത്തിൽ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ കിട്ടുന്നത് എന്താ? അത് മറ്റൊന്നുമല്ല, ആനന്ദമാണ്, പൂർണ്ണമായ ആനന്ദം. ഒന്നുമില്ലാത്ത മനുഷ്യർ എത്രയോ ആനന്ദത്തോടു കൂടി, സന്തോഷം എന്ന് പറയുമ്പോൾ അത് നൈമിഷികമാണ്, ആനന്ദമാണ് തുടർന്ന് പോകുന്നത്. ഒന്നുമില്ലാത്തവർ പോലും, അതായത് ധനം, സമ്പത്തൊന്നുമില്ലാത്തവർ പോലും എത്രയോ സന്തോഷത്തോടെ ജീവിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ വലിയ സമ്പന്നർ എന്നും അവർക്ക് വേവലാതിയാണ്. ഈ സമ്പത്ത് എങ്ങനെയാണ് പിന്നെയും വർദ്ധിപ്പിക്കുക, എങ്ങനെയാണതിനെ കൂടുതൽ ലാഭമുണ്ടാക്കുക, എങ്ങനെയാണത് ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കുക, കള്ളന്മാരിൽ നിന്ന് രക്ഷിക്കുക, ഇങ്ങനെയുള്ള വേവലാതികളാണ്. മാത്രമല്ല, സമ്പന്നരായ മനുഷ്യർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ മക്കൾ ഈ സ്വത്തിന് വേണ്ടിയിട്ട് കടിപിടി കൂടാൻ തുടങ്ങും. അങ്ങനെ ഈ സ്വത്ത് എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ സ്വർഗരാജ്യം നിഷേധിക്കുന്ന ഒന്നായി മാറും. എന്ന് വിചാരിച്ച് സ്വത്ത് വേണ്ടെന്നല്ല, അല്ലെ സ്വത്ത് ചീത്തയാന്നുമല്ല, അതിനോടുള്ള നമ്മുടെ മനോഭാവമാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരിക്കൽ എനിക്കിതുപോലെ ഞാനൊരു യാത്ര പോവുകയാണ്, കുറേ കാലം മുമ്പാണ്, നോർത്ത് ഇന്ത്യക്ക് പോകുക. അപ്പോൾ എൻ്റെ അടുത്ത് അന്നൊരു ക്യാമറയുണ്ട്, ചെറിയ ക്യാമറ. ഞാനത് തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ചെന്നിട്ടാണ് ട്രെയിൻ കയറി പോകുന്നത്. അപ്പോൾ ചെന്നൈക്ക് ഇറങ്ങി എൻ്റെ കൂടെ 1-2 പേരും കൂടെ ഉണ്ട്. ഞങ്ങൾ ഏതായാലും സമയമുണ്ട്, വണ്ടി വൈകുന്നേരമേ ഉള്ളൂ, രാവിലെയാണ് ഞങ്ങൾ ചെന്നിറങ്ങുന്നത് കേരളത്തിൽ നിന്ന്. നമുക്ക് സിറ്റിയൊക്കെ ഒന്ന് കാണാൻ പോകാമെന്നും പറഞ്ഞ്
ഈ ക്യാമറയൊക്കെ എടുത്ത് എൻ്റെ ഒരു ചെറിയ സഞ്ചിയുണ്ട്, അത് പുറകിൽ തൂക്കി ഞങ്ങളെല്ലാവരും ഒരു ഓട്ടോ വിളിച്ച് ഓട്ടോ യാത്ര ചെയ്തു. ഇറങ്ങേണ്ട സ്ഥലമായപ്പം ഞങ്ങളെല്ലാവരും അങ്ങ് ഇറങ്ങിപ്പോയി. ബാഗ് വണ്ടിയെ വെച്ചത് തന്നെ. ചെന്നൈ പോലുള്ളൊരു സിറ്റിയിൽ എവിടെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണ്? ഓട്ടോ അതിൻ്റെ വഴിക്ക് പോയി. പിന്നെ ഓർത്ത് ക്യാമറയും പോയി, ബാഗും പോയി, അതിനകത്തുണ്ടായിരുന്ന മുറിയുടെ താക്കോലും പോയി, എല്ലാം പോയി. അപ്പോൾ എനിക്ക് ആദ്യം ഒരു സങ്കടം തോന്നി. എന്നിട്ട് പിന്നെ ഞാനോർത്ത് അതിപ്പോൾ അതേക്കുറിച്ച് ഒരുപാട് സങ്കടപ്പെടേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു ക്യാമറ പോയി, താക്കോല് പോയി, അതൊക്കെ പിന്നെ ഉണ്ടാക്കാമല്ലോ. ക്യാമറ ഇല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയാല, അത്രയല്ലേ ഉള്ളൂ, വേറെ കേസൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എന്നെ സ്വയം അങ്ങ് ആശ്വസിപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു പ്രശ്നമില്ല. അപ്പം പിന്നെ ക്യാമറ ഇല്ല എന്നുള്ളൊരു ചിന്തയേ ഇല്ല. അവിടെയെല്ലാം ചെന്ന് ഞങ്ങൾ കണ്ടോടത്ത് കണ്ടു, പക്ഷേ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. എങ്കിലും സങ്കടമൊന്നുമില്ല. കാരണം എന്താ, ഞാൻ തന്നെ എനിക്ക് ഈ ക്യാമറയോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് അതങ്ങ് ഇല്ലാതാക്കി. അപ്പോൾ എളുപ്പമായി കാര്യങ്ങൾ. പിന്നെ എനിക്കതിൻ്റെ ക്യാമറ പോയല്ലോ എന്നുള്ളൊരു സങ്കടമേ ഇല്ല. ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചുമില്ല. പോയ വഴിക്ക് പോയി, അത്ര തന്നെ. നമുക്ക് ആ ക്യാമറ പോയതുകൊണ്ട് എനിക്ക് പടം എടുക്കാൻ പറ്റിയില്ല. പടം എടുത്തിരുന്നേ കുറച്ച് സന്തോഷം കിട്ടിയേനെ. അതൊരു നൈമിഷ്യ. 1-2 പ്രാവശ്യം പടം കണ്ടു കഴിയുമ്പോൾ പിന്നെ തീർന്നു. നേരെ മറിച്ച് ഈ ക്യാമറ അത് പോയതുപോലെ പോട്ടെ, ഇനിയിപ്പോൾ അത് കിട്ടാനും പോകുന്നില്ല, ഇനി അതല്ലല്ലോ എൻ്റെ ജീവിതം, എൻ്റെ യാത്രയൊന്നും മുടങ്ങിയില്ലല്ലോ. ഇങ്ങനെ ചിന്തിച്ച് ഞാൻ പോയതുകൊണ്ട് എനിക്ക് പിന്നെ ഒരു ദുഃഖം ഉണ്ടായില്ല, അല്ലെങ്കിൽ ഈ ക്യാമറ പോയതിന് ദുഃഖമൊന്നും ഉണ്ടായില്ല. നമുക്ക് ഈ ആനന്ദം എന്ന് പറയുന്നത് ഈ സ്വത്തിനെ അള്ളിപ്പിടിച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ എന്നും ദുഃഖമായിരിക്കും. നേരെ മറിച്ച് അതിനെ ഒരു നിസ്സംഗതയോടെ നോക്കിക്കാണാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആവശ്യമാണ് തീർച്ചയായിട്ടും. പക്ഷേ അതില്ലെങ്കിൽ ഇല്ലാത്ത പോലെ ജീവിക്കുക, അങ്ങനെയുള്ളൊരവസ്ഥ. അതിപ്പോൾ രോഗമൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ട് വരും, അതില്ലെന്നല്ല. ഈ രോഗം പോലും നമുക്കറിയാം, എത്രയോ മനുഷ്യർ വലിയ മാരക രോഗങ്ങൾക്ക് അടിപ്പെട്ടവർ വളരെ ആനന്ദത്തോടെ ജീവിക്കുന്നവരുണ്ട്. എന്തുകൊണ്ടാണത്? അവർ ഈ തരത്തിലുള്ളൊരു പ്രതികരണ ശൈലിയിലേക്ക് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ സ്വർഗത്തിൽ ആവുക, ജീവനിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞ അർത്ഥം നമ്മളെന്തോന്നായിത്തീരുക എന്നാണ്. നമ്മുടെ പ്രകൃതിയിൽ ചില മാറ്റങ്ങൾ വരുത്തുക. ഇതെല്ലാവരോടും പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അവരുടേതായ ദുഃഖങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ആ അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ നമുക്ക് സ്വർഗം അനുഭവിക്കാൻ കഴിയും. വലിയ നിസ്സഹായത ഉണ്ടാകും, പക്ഷേ അങ്ങനെ ഒരു ദുഃഖം ഉണ്ടാവുകയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് കർത്താവ് പിന്നീട് പറയുന്നത്. ഇവൻ വന്ന് ചോദിക്കുന്നത് എന്താണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്രമാണങ്ങൾ അനുസരിക്കുക. പ്രമാണമെല്ലാം അനുസരിക്കുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് കർത്താവ് ഒരു കാര്യം കൂട്ടിച്ചേർക്കുന്നുണ്ട്, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. എന്താ അർത്ഥം? ഈ മനുഷ്യൻ ഒരുപാട് സമ്പന്നനായിരുന്നു, പക്ഷേ ഇവൻ ഒരു പക്ഷേ മാതാപിതാക്കന്മാരെ സംരക്ഷിക്കുന്നവനല്ല എന്ന് ഈശോയ്ക്ക് അറിവ് കിട്ടിക്കാണും. അതുകൊണ്ടാണ് അത് മാത്രം എടുത്ത് പറയുന്നത്. മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കുക അതിൻ്റെ ഉത്തരവാദിത്വമാണ്. യഹൂദന്മാരുടെ ഒരു നിയമമുണ്ട്. അതിനകത്ത് പറയുന്നത് ഒരു വഴിപാട്, കുർബാന എന്ന് പറഞ്ഞാൽ മതി, എന്തെങ്കിലും ഒരു സാധനം. പിന്നെ ആ സാധനം കൊണ്ട് മാതാപിതാക്കന്മാർക്ക് കൊടുക്കേണ്ടതാണെങ്കിൽ പോലും കൊടുക്കാതിരിക്കാൻ, കാരണം അത് ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ്. അതുകൊണ്ട് ഇതുപോലെ ഈ ചെറുപ്പക്കാരൻ ഒരു പക്ഷേ ഈ മാതാപിതാക്കന്മാരെ സംരക്ഷിക്കേണ്ടതിന് പകരം അവനുണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ ഇപ്രകാരം കുർബാന എന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരുന്നിരിക്കായിരിക്കാം. അപ്പോൾ അവൻ മുഴുവൻ അത് ജെറൂസലം ദേവാലയത്തിന് കൊടുക്കേണ്ടതാണ്, പക്ഷെ അവൻ കൊടുക്കുകയില്ല, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ കർത്താവ് പറഞ്ഞതാണ്, നീ ആയിത്തീരേണ്ട ചില അവസ്ഥാവിശേഷങ്ങളുണ്ട്, അങ്ങോട്ട് നീ എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാണ്, നീ പ്രമാണങ്ങളെല്ലാം അനുസരിക്കുന്നുണ്ട്, അതനുസരിക്കാൻ പറ്റും, പക്ഷെ നീ ആയിത്തീർന്നിട്ടില്ല. നമുക്ക് പേടിച്ചിട്ട് ഒരു കാര്യം ചെയ്യാം, സ്നേഹത്തിലും ഒരു കാര്യം ചെയ്യാം. ഞാൻ പാപം ചെയ്യാതിരിക്കുന്നത്, കോപ്പി അടിക്കാതിരിക്കുന്നത് പേടിച്ചിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് എന്നിൽ മാറ്റമൊന്നും വരുന്നില്ല, തക്കം കിട്ടാൻ ഞാൻ കോപ്പി അടിക്കും. നേരെ മറിച്ച് കോപ്പി അടിക്കുന്നത് തെറ്റാണ്, തിന്മയാണ്, പാപമാണ്, അന്യൻ്റെ വസ്തു കൊള്ളയടിക്കുന്നതാണ് എന്നുള്ള ആ ഒരു ബോധ്യം എന്നിലുണ്ടെങ്കിൽ ആരും എന്നോട് പറയണ്ട. അല്ലാതെ തന്നെ ഞാൻ അതിൽ നിന്ന് മാറി നിന്നുകൊള്ളും. കാരണം എനിക്കെടുക്കാൻ അവകാശമില്ല എന്ന് എനിക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഞാനങ്ങനെ ആയിത്തീരുകയാണ്. പിന്നെ എവിടെ ചെന്നാലും ഇതൊക്കെ തന്നെയായിരിക്കും. ഞാൻ ആ സ്വഭാവം കാണിക്കുകയില്ല. മോഷ്ടിക്കുന്നവർ, അത് ചിലപ്പോൾ ഒക്കെ മോഷ്ടിക്കാതിരിക്കുന്നത്
മറ്റുള്ളവർ കാണുമല്ലോ, പേടിയായിട്ടാണ്, പോലീസ് പിടിക്കുമല്ലോ എന്നൊക്കെ ഓർത്ത്. നേരെ മറിച്ച് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചെയ്യാൻ അതിലൊരു സങ്കടമില്ല. പിന്നെ ചുരുക്കത്തിൽ കർത്താവ് പറയും, നിനക്ക് ഈ ജീവനിലേക്ക്, നിത്യജീവനിലേക്ക്, ദൈവികമായ ജീവനിലേക്ക്, ആ നിത്യമായ ആനന്ദത്തിലേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ, പൂർണ്ണമായിട്ട് അതുണ്ടെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രമാണം അനുസരിക്കലൊന്നും പോരാ. നേരെ മറിച്ച് നീ എന്ത് ചെയ്യണം? നിനക്കുള്ളതെല്ലാം വിൽക്കണം, വിറ്റിട്ട് നിൻ്റെ ചുറ്റുമുള്ള ദരിദ്രർക്ക് കൊടുക്കണം. വിറ്റിട്ട് നിൻ്റെ ചേട്ടന് നിന്നും കൊടുത്താൽ പോരാ, അല്ലെങ്കിൽ നിൻ്റെ കൂട്ടുകാർക്ക് കൊടുത്താൽ പോരാ. നീ വിറ്റിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അല്ലെങ്കിൽ ഷെയറുകൾ നിക്ഷേപിച്ചാൽ പോരാ, റിയൽ എസ്റ്റേറ്റ് നിക്ഷേപിച്ചാൽ പോരാ. അത് ദരിദ്രർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിനക്ക് ഇതിനെ തിരിച്ചു കിട്ടുകയില്ല. അവർ നിന്നോട് വന്നൊരു നന്ദിയും പറയുകയില്ല. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നീ കൊടുക്കണം. അത് നിനക്ക് പറ്റുമോ? പറ്റിയാൽ എൻ്റെ കൂടെ നടക്കണ്ട, എന്നോട് ചോദിക്കുകയും വേണ്ട. പറ്റുമെങ്കിൽ അതങ്ങനെ ചെയ്തോളാം, നിനക്ക് ഈ ദൈവികമായ ജീവൻ കിട്ടും. കർത്താവ് ഇത് പറയാൻ കാരണം എന്താ? കർത്താവിനെക്കുറിച്ച് തന്നെ പറയുന്നത് ദൈവത്തിൻ്റെ ഏകപുത്രനാണ്. വചനം പറയുന്നത് ദൈവം മനുഷ്യനെ അത്രമാത്രം സ്നേഹിച്ചു, എത്രമാത്രം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധമുള്ളൊരു സ്നേഹം അവിടത്തേക്കുണ്ടായത്. അപ്പോൾ ഈശോയുടെ അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത്. നീ ഈശോയാണെങ്കിലോ ഒന്നും ബാക്കി വയ്ക്കാതെ മുഴുവനായിട്ട് ഓരോ ദിവസവും വിശുദ്ധ ബലിയിലൂടെ നമ്മളിലേക്ക് വരുന്നുണ്ട്. നമ്മൾ കുർബാന സ്വീകരിക്കുന്നു, അതിൽ പങ്കെടുക്കും. ചുരുക്കത്തിൽ തൻ്റെ അനുഭവത്തിൽ നിന്ന്, തൻ്റെ ശൈലിയിൽ നിന്നാണ് ഈശോ ഇത് ആ ധനവാന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവൻ ചിന്തിച്ചു നോക്കിയപ്പം അത് ശരിയാകുകയില്ല. കാരണം എന്താ? ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചു പോയി. അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഇവൻ മറ്റുള്ളവരെയൊക്കെ പറ്റിച്ച് മാതാപിതാക്കൾക്കൊന്നും കൊടുക്കാതെ, സഹോദരങ്ങൾക്കൊന്നും കൊടുക്കാതെ കെട്ടിവെച്ച് ഉണ്ടാക്കിയ സ്വത്തായിരിക്കാം. അത് മുഴുവൻ വിൽക്കണമെന്ന് പറഞ്ഞാൽ, അതിലുപരി അത് ദരിദ്രർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവന് സഹിക്കുകയില്ലെന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ കർത്താവ് പിന്നെ ഒരു കോംപ്രമൈസിനും പോയില്ല. അവൻ നേരെ സങ്കടത്തോടെ തിരിച്ച് വീട്ടിലേക്കും പോയി. കർത്താവ് എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എളുപ്പമല്ല. ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് പോലെ, അല്ല അതിലും വിഷമമാണ്. കാരണം എന്താ? ഒട്ടകത്തിന് ഒരിക്കലും സൂചിക്കുഴയിലൂടെ കടക്കാൻ പറ്റുകയില്ല. അതായത് ഈ ധനവാൻ സ്വർഗത്തിൽ പോകുകയില്ലെന്നല്ല പറയുന്നത്. നേരെ മറിച്ച് അവൻ്റെ മനോഭാവത്തിലും പ്രതികരണത്തിലും അവൻ്റെ ജീവിതശൈലിയിലും മാറ്റം വരുത്താത്തിടത്തോളം കാലം അവൻ പോവുകയില്ല. ഇത് നമ്മളെല്ലാം ബാധിക്കുന്ന കാര്യമാണ്. യഹൂദന്മാരോട് ദൈവം പറഞ്ഞു, കർത്താവായ ദൈവം അരുളി ചെയ്ത് എന്താണ് പറഞ്ഞത്? എൻ്റെ വചനം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യണം, നിങ്ങളുടെ നെറ്റിയിലും കൈത്തണ്ടയിലും എഴുതിക്കൊണ്ട് നടക്കണം, സാബത്ത് ആചരിക്കണം. ഇതെല്ലാം ദൈവം പറഞ്ഞിട്ടുണ്ട്. അവരെന്താ ചെയ്തത്? അക്ഷരാർത്ഥത്തിൽ അവർ ഈ വചനങ്ങൾ എഴുതി കയ്യെ കെട്ടിക്കൊണ്ട് നടക്കുന്നു. ഇപ്പോഴും ഉണ്ട്. നെറ്റിയെ കെട്ടിക്കൊണ്ട് നടക്കും, ചെറിയൊരു പെട്ടിക്കകത്ത് എഴുതിക്കൊണ്ട് നടക്കുകയാണ്. ഈ ജെറൂസലത്തൊക്കെ ചെന്നാൽ കാണാം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ യഹൂദന്മാർ എവിടെ പോയാലും അവർ പാഞ്ഞെത്തും വീട്ടിലേക്ക്. എന്തിനാണ്? 6 മണിക്ക് ശേഷം വരെ നടക്കാൻ മേലേ, കാരണം സാബത്ത് ലംഘനമാകും. അതുകൊണ്ടാണത്. അത്രയും വള്ളി പുള്ളി തെറ്റാതെ അവർ സാബത്തെല്ലാം ആചരിക്കുന്നുണ്ട്. ഇന്നും ആചരിക്കുന്നുണ്ട്. വളരെ യാഥാസ്ഥിതരായ യഹൂദരത് ആചരിക്കും. അതുപോലെ നിങ്ങളുടെ വസ്ത്രങ്ങളുടെ തൊങ്ങലുകൾക്ക് നീട്ടം കൂട്ടുന്ന കാര്യമൊക്കെ കർത്താവ് പറയുന്നുണ്ട്. ഇന്നുകൊണ്ട് അവരെ ചെന്നാൽ കാണാം, ഈ യാഥാസ്ഥിതരായ യഹൂദന്മാർ അവരിത്തരത്തിലുള്ള ഈ ഷോള് പോലെയുള്ളത് പൊതിഞ്ഞിട്ട് അതിൻ്റെ ഒരു തരം തൊങ്ങലുകളുണ്ട്, അതിനെല്ലാം നീളം കൂട്ടിക്കൊണ്ട് നടക്കും. തലമുടിയൊക്കെ ഈ പറഞ്ഞതുപോലെ സൈഡിൽ നീട്ടിക്കൊണ്ട് നടക്കും. ഇതെല്ലാം വലിയ ഭക്തിയുടെ ലക്ഷണമായിട്ട് അവർ കരുതുന്നത്. അപ്പോൾ ഇവൻ ചെന്ന് ചോദിച്ചതാണ്, ഇങ്ങനെയൊക്കെ ചെയ്താൽ ശരിയാവും, ഇനി എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ തൊങ്ങൽ ഇനിയും കൂട്ടണം നീളം, അതോ ഇനി 2 പെട്ടിയും കൂടെ എഴുതിക്കൊണ്ട് നടക്കണം? ഇതൊക്കെയാണ് ചോദ്യം. നമ്മൾ ചെയ്തിട്ടല്ല, അതിലുപരി നമ്മളായിത്തീർന്നിട്ടാണ്. നമ്മുടെ ചെയ്തികൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മളായിത്തീരുന്നത് എന്തോ അതിൻ്റെ പ്രതിഫലമാണ്. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് എന്ത്? നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന് പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ ഈ ഡിവൈൻ പോലെയുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ, അല്ലെ അതുപോലെ മറ്റ് ധ്യാന കേന്ദ്രങ്ങളിലും ആളുകൾ പോയിട്ട്, സാധാരണ വൈദികരൊന്നുമല്ല, ആത്മായ വിശ്വാസികൾ പോയിട്ട്
ധ്യാനം കേട്ട് അവർ മനസ്സിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ട് ദരിദ്രരെയും മനോരോഗികളെയും തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെയൊക്കെ സംരക്ഷിക്കാനുള്ള ഭവനങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. അവരോട് ആരോടും ഒന്നും സ്ഥാപിക്കാൻ പറഞ്ഞില്ല, നോക്കാനും പറഞ്ഞില്ല. അവർ ധ്യാനം കൂടിയത് മാത്രമേ ഉള്ളൂ. സംഭവിച്ചത് എന്താണ്? അതിലൂടെ അവർ വേറെന്തോ ആയിത്തീർന്നവർ. അതാണ് പ്രശ്നം. വേറെന്തോ അവർ ആയിത്തീർന്നു. അപ്പോൾ ആയിത്തീർന്നു കഴിഞ്ഞപ്പോൾ അതെന്താ ആയിത്തീർന്നത്? അത് ക്രിസ്തു ആയിത്തീരുകയാണ്. അപ്പോൾ അവർക്ക് സന്തോഷമായി, ആനന്ദമുണ്ടായി. അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ആ നിത്യജീവൻ അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. ആ നിത്യജീവൻ്റെ ഫലം എന്താണ്? അത് അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ തോന്നി ഇതെല്ലാവർക്കും കൊടുക്കണം. ഇതനുഭവിക്കാൻ കഴിവില്ലാത്ത എത്രയോ മക്കൾ ഈ ലോകത്തിലൂടെ നടക്കുന്നുണ്ട്. അവരെയും നോക്കണം, അവർക്കും കൊടുക്കണം. അങ്ങനെയാണ് അവർ ഇവരെല്ലാം നോക്കാൻ തുടങ്ങിയത്. ആരും അവരോട് പറയുന്നില്ല, ആരും പ്രത്യേകിച്ച് അവരെ സഹായിക്കുന്നില്ല. അവർ പോയി എവിടെന്നെങ്കിലുമൊക്കെ കൈ നീട്ടി മേടിച്ചുകൊണ്ട് വരും. അവർക്ക് വേണ്ടിയിട്ടല്ല, ഈ മക്കൾക്ക് വേണ്ടിയിട്ട്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, നന്മ ചെയ്യുമ്പോൾ അത് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകാൻ വേണ്ടിയല്ല. പ്രത്യുത ഞാൻ അനുഭവിക്കുന്ന ആനന്ദം എൻ്റെ സഹോദരനും സഹോദരിയും അനുഭവിക്കണം. അപ്പോൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ മരണശേഷം കിട്ടാൻ പോകുന്നൊരു കാര്യമായി മാത്രം എന്നെ കാണുന്നവർ മനസ്സിലാക്കരുത്. എന്താ നമുക്ക് അപ്പുറത്ത് കിട്ടാൻ പോകുന്നത്? ഈ മരണശേഷം നമ്മൾ ഇവിടെ അനുഭവിക്കുന്ന ആനന്ദത്തിൻ്റെ നിത്യതയിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. നിത്യതയിലേക്ക് കടക്കുകയാണ്. അതായത് പിന്നെ അതിന് അവസാനമില്ല. ഇവിടെ അവസാനിക്കും, മരണത്തോടു കൂടി ഈ ലോകത്തിലെ ആനന്ദം അവസാനിക്കും. നേരെ മറിച്ച് പിന്നെ അത് നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് ഇവിടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനന്ദം അതിൻ്റെ പൂർണ്ണതയിൽ പിന്നെ നിത്യതയിൽ അനുഭവിക്കാൻ തുടങ്ങുകയാണ്. ഇതിനെയാണ് നമ്മൾ സ്വർഗരാജ്യം എന്ന് വിളിക്കുന്നത്. നേരെ മറിച്ച് നരകമെന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സകല നരകം കലക്കികളായിട്ട് നടന്നിട്ട് അപ്പുറത്തേക്ക് കടക്കുമ്പോഴും കിട്ടാൻ പോകുന്നത് തന്നെയാണ്. കാരണം ഈ ആനന്ദം, ദൈവികമായ ജീവിതം ഒരിക്കലും ഇവിടെ നയിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഒറ്റ ഒരു പശ്ചാത്താപം കൊണ്ട്, ഒരു കുമ്പസാരം കൊണ്ട് എല്ലാം നേടിയെടുക്കാമെന്ന്. അങ്ങനെയുള്ള വ്യാമോഹങ്ങളൊന്നും വേണ്ട. അങ്ങനെയല്ല സ്വർഗരാജ്യം എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ടത്. ഇവിടെ അനുഭവിക്കുന്ന, നമ്മൾ സൃഷ്ടിക്കുന്ന സ്വർഗരാജ്യം യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ജീവിതം, ദൈവത്തിൻ്റെ ജീവിതം ഇവിടെ ജീവിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകും. ഇവിടെ തന്നെ സ്വർഗരാജ്യം ഉണ്ടാകണം. നമ്മൾ ഭൂമിയിൽ സ്വർഗരാജ്യം ഉണ്ടാക്കാനല്ല വന്നതെന്ന് ആരും പറയരുത്. ഇവിടെ തന്നെ നമ്മൾ സ്വർഗരാജ്യം സൃഷ്ടിക്കണം. അതിനുള്ള ദൗത്യമാണ് ക്രൈസ്തവരുടേത്. ഓരോ സ്ഥലത്തും താമസിക്കുന്ന ക്രൈസ്തവ സമൂഹങ്ങൾ ഓർക്കണം, നമുക്ക് ആ പ്രദേശത്തൊരു സ്വർഗരാജ്യം സ്ഥാപിക്കാനുള്ള കടമയുണ്ട്. അതാണ് ഈ വലിയ മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത്. അല്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെ എന്തെങ്കിലും ചെയ്തു കൂട്ടുന്നതല്ല. സ്കൂളിൽ പഠിപ്പിക്കുന്നതും സ്കൂൾ സ്ഥാപിക്കുന്നതും ആശുപത്രി നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതല്ല യഥാർത്ഥത്തിലുള്ള മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മളുടെ ജീവിതം നമ്മളായിത്തീരുന്ന കാര്യം. അങ്ങനെ ആയിത്തീരുമ്പോഴാണ് യഥാർത്ഥമുള്ള ജീവിതം, ആ ജീവൻ നമ്മൾ അതിലേക്കാണ് പ്രവേശിക്കുക. അതിന് നമുക്ക് ബോധ്യം വരണം ഈ കാര്യങ്ങളെക്കുറിച്ച്. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, നമ്മുടെ ക്രൈസ്തവ ജീവിതം കുറേ അധികം കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതല്ല. ഇസ്രായേൽക്കാർ, യഹൂദന്മാർ ചെയ്തിരുന്നത് പോലെ. അതിലുപരി നമ്മൾ ഓരോരുത്തരും എന്തൊക്കെയോ ആയിത്തീരണം. അത് യേശു ആയിത്തീരുക, യേശുവിൻ്റെ വ്യക്തിത്വം നമ്മൾ ആർജിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെ വ്യക്തിത്വം നമ്മൾ ആർജിക്കുക എന്നുള്ളതാണ്. വിശുദ്ധരുടെ വ്യക്തിത്വം നമ്മൾ ആർജിക്കുക എന്നുള്ളതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ധനവാനായ ആ യുവാവിനോട് നീ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞങ്ങളോടും പറയുന്നുവല്ലോ, നിങ്ങൾ പൂർണ്ണരാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ നിഗമിക്കുക. ഞങ്ങളുടെ സ്വത്ത്, ഞങ്ങളുടെ സമ്പാദ്യങ്ങൾ, ഞങ്ങളുടെ വലിയ പ്രതീക്ഷകൾ, ഞങ്ങളുടെ വലിയ ആഗ്രഹങ്ങൾ, കർത്താവേ, അതിനെല്ലാം ഞങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ പോലും ഞങ്ങൾക്ക് ലഭ്യമാകാത്ത ആനന്ദമാണല്ലോ നിന്നെപ്പോലെ ഞങ്ങളായിത്തീരുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ആനന്ദത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും പ്രവേശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായിട്ട് ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും അത്തരത്തിലുള്ളൊരു അരൂപിയിൽ വളർന്നു വരുവാനുള്ള കൃപയാകണമേ.